പലപ്പോഴും കടബാധ്യതകളൊക്കെ ഉണ്ടാവുമ്പോൾ ദാനധർമ്മങ്ങൾ മുടങ്ങിപ്പോകുന്നു. മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി സമ്പത്ത് ദുർവ്യയം ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു തഗാബുൻ 15-ാമത്തെ വചനത്തിൽ കൂടി സഹോദരങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നമാ അംവാലുകും വ ഔലാദുകും ഫിത്ന. ഇന്നമാ അംവാലുകും വ ഔലാദുകും, തീർച്ചയായും നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമ്പാദ്യങ്ങൾ, സ്വത്ത്, വ ഔലാദുകും, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ മക്കൾ, ഫിത്ന, അത് പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, അല്ലാഹു ആകട്ടെ അവന്റെ പക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട് താനും. അപ്പൊ ഈ മക്കളും സമ്പത്തും പരീക്ഷണമാണ് എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്നുള്ള 16-ാമത്തെ ആയത്തിൽ അല്ലാഹ് പ്രതിപാദിക്കുന്ന കാര്യം എന്താണ്? ഫത്തഖുല്ലാഹ മസ്തതഅതും വസ്മഉ വഅതീഉ വഅൻഫിഖു ഖൈറാ ലിഅൻഫുസികും വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. സഹോദരങ്ങളെ, സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാണ്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, വിജയിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം, നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര, സാധിക്കുന്ന പ്രകാരം നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കുകയും, രക്ഷപ്പെടാനുള്ള, വിജയിക്കാനുള്ള മാർഗം നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അള്ളാഹുവെ കേൾക്കണം, അള്ളാഹനെ അനുസരിക്കണം, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം. നിങ്ങൾക്ക് സ്വന്തം തന്നെ ഗുണകരമായ നിലക്ക്, നിങ്ങൾക്ക് ഗുണപ്രദമായ നിലയിൽ നിങ്ങൾ ധനം ചിലവഴിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഏതൊരു വ്യക്തി അവന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന്, അഥവാ മനസ്സിന്റെ ആർത്തിയിൽ നിന്ന് മനസ്സിനെ കാത്തു രക്ഷിക്കുന്നുവോ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് വിജയികൾ. ഇതാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനമായ നിലപാട് എന്താണ്? നല്ലതും ചീത്തയും നോക്കാതെ, ഹലാലും ഹറാമും വേർതിരിക്കാതെ, കണ്ടമാനം ഭാര്യ മക്കൾക്ക് വേണ്ടി, അവരുടെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആർക്കു വേണ്ടിയാ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മളെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. ദീർഘകാലം പ്രവാസ ജീവിതം നയിക്കുന്ന ഒരു പ്രവാസി ജീവിത സമ്പാദ്യം അല്ലെങ്കിൽ അയാളുടെ ആയുസ് മുഴുവൻ നൽകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ അവസാനം വലിയ നഷ്ടം ഉണ്ടാവുന്നു. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന, നിങ്ങളുടെ സ്വത്തുക്കളും മക്കളും ഒരു പരീക്ഷണം മാത്രമാണ്. അപ്പൊ അത് പരീക്ഷണമാണ്. ഐഹികവും പാരത്രികവുമായ നന്മകൾക്ക് കാരണമായി തീരുന്നത് പോലെ തന്നെ ഈ സന്താനങ്ങളും സ്വത്തുക്കളും ഐഹികവും പാരത്രികവുമായ നന്മകൾക്ക് കാരണമായി തീരുന്നത് പോലെ തന്നെ ഐഹികവും പാരത്രികവുമായ നഷ്ടങ്ങൾക്കും അത് കാരണമായേക്കാം. മക്കളാണെങ്കിലും സമ്പത്താണെങ്കിലും നന്മയാണ്, ഖൈറാണ്. അതേപോലെ തന്നെ ആ നന്മ തിന്മയായിട്ടും നഷ്ടമായിട്ടും മാറിയേക്കും. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഒരുപാട് മക്കളുണ്ട്, ഇന്ന വ്യക്തി ഇന്ന സ്ഥലത്താണ്, ഇന്ന ഉദ്യോഗത്തിലാണ്. ആ മക്കളെ ചൊല്ലി അഭിമാനിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് മക്കളെ ചൊല്ലി പറയാനില്ല, കാരണം അവർക്ക് മക്കളില്ല. ഒരുപാട് മക്കൾ ഉണ്ടായി എന്നുള്ളത് ഭാഗ്യമാവണമെന്നില്ല, നീ ഇല്ല എന്നുള്ളത് നിർഭാഗ്യമാവുന്നതല്ല. ഏതെങ്കിലും മക്കൾക്ക് വൈകല്യം സംഭവിച്ചു എന്നുള്ളത് അതെന്റെ നിർഭാഗ്യമായി പരിഗണിക്കേണ്ടതില്ല. കാരണം ഈ ദുനിയാവിൽ അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങൾ മാത്രമാണ് സഹോദരങ്ങളെ ഇത്. ഇതിനെ ആ ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. വലാ തൻസ നസീബക മിനദ് ദുനിയ, സമ്പത്ത് തന്നാലും സന്താനങ്ങൾ തന്നാലും ഐഹികമായ ജീവിതത്തെ മറക്കരുത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിനക്ക് ദുനിയാവിന്റെ ഓഹരിയുണ്ട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയിൽ നമുക്ക് കാണാം, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ
വഖിന അദാബന്നാർ. ദുനിയാവും ആഖിറത്തും ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ദുനിയാവ് മാത്രമല്ല, ആഖിറത്തും വേണം. അതുകൊണ്ട് ഈ പരീക്ഷണങ്ങളിൽ നമ്മൾ വിജയിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പുതിയ വർഷം പിറന്ന ഈ അവസ്ഥയിൽ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് സ്വയം പരിശോധന നടത്തേണ്ടതുണ്ട്. ദുനിയാവിതാ എന്ന് പറയുമ്പോഴേക്ക് മാഞ്ഞു മറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് വിജയം വേണം, സ്വർഗം ലഭിക്കണം. അപ്പൊ എല്ലാ വിഷയങ്ങളിലും അവനവന് കഴിയുന്നത്ര അള്ളാഹിനെ സൂക്ഷിക്കുക. ഇതാണ് ഖുർആൻ നമ്മളോട് കൽപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യം എന്താണ്? ഫത്തഖുല്ലാഹ് മസ്തതഅ്തും. ഓരോരുത്തർക്കും പറ്റുന്ന രൂപത്തിൽ, കഴിവിന്റെ പരമാവധി, അഥവാ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ഓരോ വ്യക്തിയും അവനവന്റെ കഴിവനുസരിച്ച് എന്ത് ചെയ്യണം? അനുസരിക്കേണ്ടതുണ്ട്. അവന്റെ ശിക്ഷയെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഒന്നാമതായി സഹോദരങ്ങളെ ഈ ആയത്ത് കൽപ്പിക്കുന്നത്. 2, ഓരോ വിഷയത്തിലും അള്ളാഹുവിനും അവന്റെ റസൂലും കൽപ്പിക്കുന്ന കൽപ്പനകൾ അതെനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കാനുള്ള ഒരവകാശം നമുക്കില്ല. അത് പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർത്തുക നമ്മളെ ബാധ്യതയാണ്. അതുകൊണ്ട് ഓരോ വിഷയത്തിലും അള്ളാഹു അവന്റെ റസൂലും കൽപ്പിക്കുന്ന കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ അത് കേട്ട് മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ എന്താണ്? വഅതീഉല്ലാഹ്, അള്ളാഹിനെ അനുസരിക്കണം. വഅതീഉർ റസൂൽ, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കണം. എങ്കിൽ ഖുർആൻ മാത്രം മതി, ഹദീസ് പറ്റൂല, പറയാൻ പറ്റൂല. ഞാൻ മുഅ്മിനാണോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. 2 കലിമത്താണ്. അള്ളാഹു ഏകനായ ആരാധ്യനാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണ്. ആ റസൂല് കൊണ്ടുവന്ന ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ്. 3-ാമത്തെ കാര്യം, നമുക്ക് കിട്ടിയ നോളജ്, അറിവ്, ആ അറിവ് കിട്ടിയതുകൊണ്ടായില്ല, ആ അറിവനുസരിച്ച് അമൽ ചെയ്യാം. അല്ലാഹ് ചോദിക്കും, നീ ഖുർആനിൽ നിന്നൊരായത്ത് പഠിച്ചു, ഹദീസിൽ നിന്ന് ഇത്ര വചനങ്ങൾ കേട്ടു, അതനുസരിച്ച് നിന്റെ ജീവിതത്തിൽ നീ അത് പകർത്തിയോ? ആ പകർത്തുന്ന വിഷയത്തിൽ ഉപേക്ഷ, കുറവ് വരുത്തിയതാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത്, ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സകല പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും കാരണം. ഇനി 4-ാമതായിട്ട് ഖുർആൻ ഉണർത്തിയത് എന്താണെന്നറിയോ? വഅൻഫിഖൂ ഖൈറൻ ലിഅൻഫുസിക്കും. സമ്പത്ത് ചിലവഴിക്കുന്നത് മുഖേന ഖൈറല്ലാതെ ഒരിക്കലും നഷ്ടം വരില്ല. അവനവന് ഗുണകരമായി കലാശിക്കുന്ന വിഷയങ്ങൾ അതിന് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യണം? ചിലവ് ചെയ്യണം. അള്ളാഹിനെ സൂക്ഷിക്കണം. ഒപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കണം. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാൾക്ക് കഴിയാത്ത ഒന്നും തന്നെ അള്ളാഹു അവനോട് കൽപ്പിക്കില്ല. 5 നേരം കൃത്യമായി നിസ്കരിക്കണം എന്ന് നമ്മോട് കൽപ്പിച്ചപ്പോൾ ആ നിസ്കാരം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരുപാട് നന്മകളുണ്ട്. ഇന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ സുജൂദ് കൊണ്ട് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ പഠനം ഒന്ന് അന്വേഷണം നടത്തി നോക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാള് രാത്രി തഹജ്ജുദ് നമസ്കരിക്കുകയാണെങ്കിൽ, കൂടുതൽ അദ്ദേഹം സുജൂദ് ചെയ്യുകയാണെങ്കിൽ അത് ശരീരത്തിന് ഉണ്ടാക്കുന്ന നന്മകൾ ശാസ്ത്രീയ പഠനങ്ങൾ മുഖേന തെളിയിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടിയിട്ടല്ല അത് നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായി നമുക്ക് നൽകാൻ പോകുന്ന ചൈതന്യം, ഒപ്പം തന്നെ പാരത്രിക ലോകത്ത് നമുക്ക് ലഭിക്കുന്ന നന്മ, കൂടെ ഈ ദുനിയാവിൽ സുഖകരമായിട്ടുള്ള സമാധാനത്തിലുള്ള ജീവിതം സമ്മാനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, നിങ്ങളോട് ഞാൻ വല്ല കാര്യവും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് സാധിക്കുന്നത്ര കൊണ്ടുവരുവിൻ. ഒരു കാര്യം ഞങ്ങളോട് കൽപ്പിച്ചു, നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ അത് കൊണ്ടുവരീൻ. നിങ്ങളോട് ഞാൻ എന്ത് വിരോധിച്ചിട്ടുണ്ടോ അത് നിങ്ങൾ വർജിക്കുകയും ചെയ്തു. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിന്റെ സാരാണ്. കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യുക, വർജിക്കാൻ വേണ്ടി നിരോധിച്ച, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നമ്മൾ വർജിക്കുക. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കൽപ്പിച്ചത് കഴിവിന്റെ പരമാവധി. ഇപ്പൊ എനിക്ക് കഴിയുന്ന അത്ര നിങ്ങൾക്ക് കഴിയണമെന്നില്ല. അപ്പൊ ഓരോരുത്തരുടെയും കപ്പാസിറ്റി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കഴിവ് വ്യത്യസ്തമാണ്. കൽപ്പിച്ച മുഴുവൻ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് നമുക്ക് വരില്ല. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക്
രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു. വിശ്വാസികളായ നമുക്ക് നിർബന്ധമല്ല, അത് ഐച്ഛികമാണ്. അതുകൊണ്ട് ഒരു പുതുവർഷ പുലരിയിലേക്ക് പ്രവേശിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇതുവരെ എന്റെ ആയുസ് അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ, അവൻ ഇഷ്ടപ്പെട്ട വിശ്വാസത്തിൽ നിലനിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധന നടത്തേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. അള്ളാഹുമായിട്ടുള്ള എന്റെ ബന്ധം എപ്രകാരമാണ്? അള്ളാഹ് ഈ സമയത്ത് ഞാൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം നൽകുമോ? അള്ളാഹ് എന്നെ ഇഷ്ടപ്പെടുമോ? മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. തുർമുദി, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള വചനാണ്. സഹോദരന്മാരെ, ഈ ഹദീസിന്റെ ഗൗരവം എത്ര വലുതാണ്. മൻ അഹബ്ബ ലില്ലാഹ്, ആർ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചുവോ, അള്ളാഹ്ക്ക് വേണ്ടി ആരെങ്കിലും സ്നേഹിക്കും. അപ്പൊ ഒരാളെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം, ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, അയൽവാസിയൊക്കെ സ്നേഹിക്കുമ്പോൾ എന്റെ അള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെ സ്നേഹിക്കാൻ, അതുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗള ലില്ലാഹ്, ഇന്നാളെ ഞാൻ വെറുത്തു, കോപിച്ചു. ആ കോപിക്കുന്നത് അള്ളാഹുവിൽ നീ കോപിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. ആർ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നുവോ, ആർ അള്ളാഹുവിന് വേണ്ടി കോപിക്കുന്നുവോ, വഅഅതാലില്ല, അള്ളാഹ്ക്ക് വേണ്ടി നൽകുന്നുവോ, വമനഅലില്ല, അള്ളാഹുവിന് വേണ്ടി തടയുന്നുവോ, ഇന്നയാൾക്ക് ഞാൻ പൈസ കൊടുക്കില്ല, കാരണം അയാൾ അധർമ്മിയാണ്, അല്ലെങ്കിൽ അയാൾ ആ പൈസ ഉപയോഗിക്കുന്നത് മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, വമനഅലില്ല, അള്ളാഹ്ക്ക് വേണ്ടി തടഞ്ഞു, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, ഇങ്ങനെ ചെയ്യുന്ന ആള് വിശ്വാസം പൂർണ്ണതയിലെത്തി. അപ്പൊ വിശ്വാസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈമാൻ എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മൾ അമലുസ്സാലിഹാത്ത് ചെയ്തിട്ട് കാര്യമില്ല. ഈമാൻ എന്ന അടിത്തറ നമുക്കുണ്ടോ നമ്മൾ പരിശോധിക്കണം. ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, മൽ ഈമാൻ, പ്രവാചകരെ എന്താണ് ഈമാൻ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി, ഖാല ഇദാ സറത്തുക ഹസനതുക വസാഅതുക സയ്യിഅതുക ഫഅൻത മുഅ്മിൻ. ഖാല യാ റസൂലല്ലാഹ് ഫമൽ ഇസ്മു? ഖാല ഇദാ ഹക ഫീ നഫ്സിക ഷൈഉൻ ഫദഅഹു. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി? അതായത് എന്താ ഈമാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറയാണ്, നീ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് സന്തോഷമുണ്ടാവുകയും ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ദുഃഖമുണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നീ മുഅ്മിനാണ്. നല്ലത് ചെയ്താൽ സന്തോഷവും തിന്മ ചെയ്താൽ ദുഃഖവും ഉണ്ടാവുണ്ടെങ്കിൽ നീ മുഅ്മിനാണ്. അപ്പൊ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എന്താണ് തിന്മ? മൽ ഇസ്മ, എന്താണ് പാപം? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, നിന്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം, അതാണ് തിന്മ, അതാണ് പാപം. അത് നീ ഉപേക്ഷിക്കും, അത് നീ ചെയ്യാതെ പോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഞാൻ സത്യസന്ധനാണോ? സ്വന്തം നഫ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. അള്ളാഹു റസൂൽ പറഞ്ഞ ഏത് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അത് നമ്മുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നതും സത്യസന്ധമായ കാര്യങ്ങളുമാണ്. നിഫാഖ് മനസ്സിൽ പേറി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സഹോദരന്മാരെ, ചിന്തിച്ചോളൂ, മരണം ഏത് സന്ദർഭത്തിലും വന്ന് ഭവിച്ചേക്കാം. സത്യസന്ധതയില്ലാതെയാണ് നമ്മൾ ജീവിച്ചത് എങ്കിൽ വലിയ നഷ്ടമാണ് പരലോകത്തുണ്ടാവുക. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഫലമ്മാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഉപദേശം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാ ഖാല ലാ ഈമാൻ ലിമൻ ലാ അമാന ലഹു വലാ ദീൻ ലിമൻ ലാ അഹദ ലഹു. സത്യസന്ധത ഇല്ലാത്ത ആൾക്ക് സത്യവിശ്വാസമില്ല, കരാർ പാലിക്കാത്തവന് മതവുമില്ല എന്ന് പറയാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വളരെ കുറച്ച് പ്രസംഗമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞ പോയിന്റ് ഇതാണ്, ഹോണസ്റ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം. ഒരാളെ പൈസ എന്റെ കയ്യിലേക്ക് വരാൻ വേണ്ടി ഒരു മാനദണ്ഡവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കളവുകൾ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഓനും എന്റെ പേര് മുസ്ലിമാണ്. എന്നാൽ മുസ്ലിം സത്യസന്ധത ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് പുലർത്താൻ ശ്രദ്ധിക്കണം. മൂന്നാമതായി സഹോദരങ്ങളെ, നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്റെ നമസ്കാരത്തിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? നാളെ പരലോകത്ത്
വിചാരണ ചെയ്യപ്പെടുന്ന ഒന്നാമത്തെ അമല്. ഈമാൻ കറക്റ്റ് ആണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കർമ്മം നമ്മുടെ നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ 40 വർഷം 45 വർഷം ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഞാൻ എടുക്കേണ്ട തീരുമാനം ഇൻഷാ അല്ലാഹ് ഫർളായ നമസ്കാരങ്ങൾ കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതാണ് ന്യൂ ഇയറിൽ നമ്മൾ എടുക്കേണ്ട തീരുമാനം. അല്ലാതെ കുറെ ആളുകൾ ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്റെ ആയുസ് ഒരു വർഷം കടന്നുപോയി, എനിക്ക് 40 വയസ്സായി, അല്ലെങ്കിൽ 50 വയസ്സായി, 45ആയി, ഇനിയും ഞാൻ മരണത്തോടടുക്കുകയാണ്. അതുകൊണ്ട് എന്റെ നിസ്കാരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഞാൻ തിരുത്തണം. 4, എന്റെ മാതാപിതാക്കളെ ഞാൻ പരിഗണിച്ചിട്ടുണ്ടോ? വലിയ വിഷയമാണ്. മാതാപിതാക്കളോട് അകന്നു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, സഹോദരന്മാരുണ്ട്, പ്രത്യേകിച്ച് റീസെന്റ് മാരീഡ് ആയിട്ടുള്ള ആളുകൾ. അവർക്ക് ഒരു പെണ്ണ് കിട്ടിയതോടുകൂടി പിന്നെ ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട, വളരെ മോശമായിട്ട് മാതാപിതാക്കളോട് പെരുമാറുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഉണർത്തുന്നത്. നിന്നെ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നത് നിനക്ക് ആധാരവും സൗന്ദര്യവും ഉദ്യോഗവും ഇതൊക്കെ ഉണ്ടാവാൻ കാരണമായിരിക്കുന്നത് ആ ഉമ്മയാണ്, ഉപ്പയാണ്. وَقَضَىٰ رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അള്ളാഹനെ മാത്രമേ നീ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് കൽപ്പിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത് മാതാപിതാക്കൾക്ക് നിങ്ങൾ പുണ്യം ചെയ്യണം. വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരോട് ഇച്ഛേ എന്ന് പോലും ഉച്ചരിക്കാൻ പാടില്ല. അവരോട് നിങ്ങൾ മാന്യമായി സംസാരിക്കണം. അപ്പോ ഈ വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ സഹോദരന്മാരെ നമ്മൾ ചോദിക്കുക, എന്റെ ഉമ്മയോട് ഉപ്പയോട് ഞാൻ പിണങ്ങി നിൽക്കുന്നുണ്ടോ? അവരോട് ഞാൻ നല്ല ബന്ധത്തിലാണോ? അവർക്ക് വേണ്ടി ഞാൻ നന്മ ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. എന്താണ് പറഞ്ഞത്? അത്ര പ്രാധാന്യമുള്ള വിഷയമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിതം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നിരന്തരം സമ്പാദിച്ചുകൊണ്ടിരിക്കും. ഈ സമ്പാദ്യം അത് ഹലാലാവാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം പിശാച് നമ്മുടെ ഭക്ഷണം, നമ്മുടെ പാർപ്പിടം, നമ്മുടെ വാഹനം അതൊക്കെ ഹറാമാക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങളിൽ നിരതനാണ്. പ്രലോഭനങ്ങളിൽ നമ്മളെ വീഴ്ത്തി ഓഫറുകൾ നൽകി പലിശയിൽ ബന്ധിതമാക്കാൻ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യം നമ്മെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണി അവൻ ചെയ്യും. അപ്പം അതുകൊണ്ട് നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ് സക്കാത്ത് എന്നുള്ള സംഗതി. അതൊരു വർഷമാകുമ്പോൾ അതിന്റെ കണക്കനുസരിച്ച്, തോതനുസരിച്ച് 2.5%, 5%, 10%, ഓരോന്നിനും ഓരോ കണക്കാണ്. മിനിമം 2.5% നമ്മൾ നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കൊടുക്കണം. അത് കൊടുക്കുന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടം നമുക്കുണ്ടാക്കും. അത് നമ്മുടേതല്ല. അതുകൂടാതെ സ്വതക്ക എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അത് ഐച്ഛികമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് വേണോ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വതക്ക ചെയ്യണം. ലിഅന്ന യതസദ്ദഖുൽ മർഉ ഫീ ഹയാതിഹി ബിദിർഹം ഖൈറുൽ ലഹു മിൻ അൻ യതസദ്ദഖ ബിമിഅതി ഇൻദ മൗതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ജീവിക്കുന്ന കാലത്ത് ഒരു ദിർഹം ദാനം ചെയ്യുന്നത് മരിക്കാൻ നേരത്ത് 100 ദിർഹം ദാനം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ്. മരണം മുഖാമുഖെത്തുന്ന സമയത്ത് ആ മരണശയ്യയിൽ കടന്നിട്ട്
അത് ഇന്നാക്ക് കൊടുത്താളട്ടോ എന്ന് പറയാൻ നിൽക്കണ്ട. ഇപ്പോഴുള്ള സമയത്ത് ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, എല്ലാം ഉണ്ട്. ഈ സമയത്ത് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക. അത് നമുക്ക് കിട്ടി, ആ എടുത്തു വെച്ചത് നഷ്ടപ്പെട്ടു. അലാ ഉഖ്ബിറുക്കും ബിശർരി നാസ് മൻസിലൻ ഖീല നഅം ഖാല അല്ലദീ യുസ്അലു ബില്ലാഹ് വലാ യുഅതാ ബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജനങ്ങളിൽ ഏറ്റവും തരം താണ ആളാരെന്ന് പറഞ്ഞു തരട്ടെയോ? ജനങ്ങളിൽ ഏറ്റവും മോശക്കാരൻ ആരാന്ന് പറഞ്ഞിട്ട്, അപ്പോ ശരി പറഞ്ഞു തരൂ. അപ്പൊ റസൂൽ പറയാണ്, അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ ചോദിച്ചിട്ടും കൊടുക്കാൻ കൂട്ടാക്കാത്ത ആളാണ് ഏറ്റവും നികൃഷ്ടനായ വ്യക്തി. ആ ലിസ്റ്റിൽ നമ്മൾ ഒരിക്കലും പെടരുത്. സമ്പത്ത് അള്ളാഹ് നൽകിയതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അത് ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ ആ അറിവനുസരിച്ച് നമ്മളെ ജീവിതത്തിൽ ക്രമീകരണങ്ങളും മാറ്റങ്ങളും വരുത്താനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഇപ്പോൾ മിമ്പറിൽ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്, ഒക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ സന്തതികളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? തൗബ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തെറ്റ് വന്നു എന്ന് ബോധ്യപ്പെട്ട പിന്നെ അതിലിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത് എന്ന് പറയും. എന്താ സ്റ്റിക്ക് ഓൺ ചെയ്യാന്ന്? ഉറച്ചിക്കരുത്. തെറ്റ് വന്നെന്ന് ബോധ്യമായി ആരെങ്കിലും പറഞ്ഞെന്നാൽ ഉടനെ മാറ്റുക, നമ്മൾ മാറുക. അപ്പൊ അല്ലാഹ് നമ്മെ ഇഷ്ടപ്പെടും, നമുക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആ ചെയ്യും. അതുകൊണ്ട് ആ പ്രാർത്ഥന ലഭിക്കുന്ന, അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സൗഭാഗ്യവന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾക്കൊള്ളിച്ച് പരലോകത്ത് സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. توفنا مسلما وألحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. وصلى الله على محمد وعلى آله وأصحابه أجمعين.